നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഹൈക്കോടതി മേൽനോട്ടത്തിൽ SIT അന്വേഷണം ആവശ്യപ്പെട്ടുള്ള അതിജീവിതയുടെ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. സാങ്കേതിക കാരണങ്ങളാൽ ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ പിന്മാറിയതോടെ ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. വിപിൻ, ഗുഡ് മോർണിംഗ്. എപ്പോഴായിരിക്കും ഹർജി കോടതിയുടെ പരിഗണനയ്ക്ക് വരിക? വിപിൻ, ഇന്ന് 10:30 ഹർജി ഹൈക്കോടതിക്ക് മുൻപാകെ എത്തുന്നത്. ഈ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു SIT അന്വേഷണം വേണം എന്നുള്ള ആവശ്യമാണ് നടി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അതിലെടുത്തു പറയേണ്ടത് ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ 3 തവണ കോടതിയിൽ നിന്ന് മാറിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും കൃത്യമായി ഒരു വിശദമായിട്ടുള്ള പരിശോധന വേണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ബെഞ്ചിന്റെ മുൻപിലേക്ക് ഈ കേസ് വന്നപ്പോൾ ജഡ്ജി ജോബിൻ മാറിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ അത് വരുന്നത് കൗസർ ജഡ്ജിന്റെ മുൻപിലേക്കാണ്. അദ്ദേഹത്തിന്റെ മുൻപിലേക്ക് ഈ കേസ് ഇന്ന് സിംഗിൾ ബെഞ്ച് പരിഗണിക്കുകയും ചെയ്യും. ഇതിനു മുൻപ് അദ്ദേഹം ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി ആയിരുന്ന സമയത്താണ് ഈ ഒരു മെമ്മറി കാർഡിന്റെ ഒരു തവണ ആ കോടതിയിൽ നിന്നാണ് ഹാഷ് വാല്യൂ മെമ്മറി കാർഡിന്റെ മാറിയത്. ഇപ്പോൾ അദ്ദേഹം ഹൈക്കോടതി ജഡ്ജി ആകുമ്പോൾ അദ്ദേഹത്തിന്റെ മുൻപിലേക്ക് തന്നെ വീണ്ടും ഈ കേസ് വരുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഇന്ന് 10:30 86ാമത് കേസായിട്ടാണ് ഈ നടി ആക്രമിക്കപ്പെട്ട കേസ് വീണ്ടും ഹർജിയായി മുന്നോട്ട് വരുന്നത്. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.